ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിങ്ങൾ ഈ ഒരു ഇമേജ് ചിലപ്പം അമേസോണിൻ്റെ ലീക്കായത് കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് കാലം മുന്നേ വന്ന ഇമേജാണ്. ഇതിൽ നമുക്ക് അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് വണ്ടിയുടെ ഡിസൈൻ ഒന്നും കാണാൻ പറ്റില്ലെങ്കിലും എന്തോ എവിടെ ഒരു പ്രശ്നമുള്ളതായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് വണ്ടി ഡീലർഷിപ്പിലൊക്കെ എത്തിയിരിക്കുന്നതിൻ്റെ സ്പൈഡ് പിക്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് അവർ ഏകദേശം എലവേറ്റ് ചെയ്ത് ഇങ്ങോട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട് എന്നാണ്. ഗ്രില്ല് വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് തന്നെ എലവേറ്റിൻ്റെ സെയിം ഗ്രില്ലാണ്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഗ്രില്ലാണ്. നമുക്ക് സിറ്റിയിലുള്ള ഗ്രില്ല് കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും വണ്ടിയുടെ എക്സ്റ്റീരിയർ ബാക്കും ഫ്രണ്ടും ഒക്കെ കുറേയൊക്കെ സിറ്റി വെച്ചാണ് ചെയ്തത്. പക്ഷേ ഈ ഒരു ഫ്രണ്ടിലത്തെ താഴത്തെ പോർഷൻ മൊത്തം എലവേറ്റ് പോലെ കൊടുത്തുകൊണ്ട് വണ്ടിക്ക് എന്തോ ഒരു സെഡാൻ പോലത്തെ ലുക്ക് ഈ ഒരു വലിയ ഗ്രില്ല് വെച്ച് തോന്നുന്നില്ല. കാരണം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് സെഡാൻസിലൊക്കെ കുറച്ച് ചെറിയ ഗ്രില്ലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെഡ്ലൈറ്റിൻ്റെ അവിടെ നിന്നെങ്കിലും താഴേക്ക് വരുന്ന ഗ്രില്ലായിരിക്കുമല്ലോ. പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല, താഴത്തേക്ക് ഒരുപാട് എക്സ്റ്റൻഷനുള്ള രീതിയിലുള്ള അത്യാവശ്യം നല്ല വിട്ട് വരുന്ന ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. വിട്ട് അതുപോലെ ഹൈറ്റും ഉണ്ട് ഗ്രില്ലിന് അത്യാവശ്യം. പിന്നെ ഹോണ്ടയുടെ ഒരു ടിപ്പിക്കൽ ഡിസൈൻ പോലെ മുകളിൽ നമുക്ക് ഹെഡ്ലാമ്പ്സ് കണക്ട് ചെയ്യുന്ന ഒരു ക്രോം എലമെൻറ്റ് വരുന്നുണ്ട്. അല്ലാതെ കണക്റ്റഡ് DRLs ഒന്നും ഇല്ല. പക്ഷേ DRLസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ ഇതിന് മുന്നേ സിറ്റിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഹെഡ്ലാമ്പ്സിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. എന്തായാലും ഹെഡ്ലാമ്പ്സ് കംപ്ലീറ്റ്ലി LED ആണ്. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫോഗ് ലാമ്പ്സ് അവൈലബിൾ ആണ്, അതും LED ആണ്. പൊതുവേ ഇപ്പം സെഗ്മെൻറ്റിൽ ഈ സെഗ്മെൻറ്റിൽ നല്ല ഫോഗ് ലാമ്പ്സ് കമ്പനികളെല്ലാം എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോണ്ട എന്തായാലും അത് ചെയ്തിട്ടില്ല. ഈ വണ്ടിയിൽ ഫോഗ് ലാമ്പ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ലുക്ക് പൊതുവേ നമുക്ക് നോക്കുമ്പം അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ പോലെയാണ് തോന്നുന്നത്. ഗ്രില്ല് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഗ്രില്ല് മാത്രമാണ് ഫ്രണ്ടിൽ അത്രയ്ക്കും അങ്ങോട്ട് ദഹിക്കേണ്ടിരുന്നത്, വേറെ വലിയ കുഴപ്പമില്ല. പക്ഷേ റിയർ ലുക്കിലേക്ക് വരുമ്പം ഇവർ എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ടെയിൽ ലാമ്പ്സ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ സിറ്റിയുടെ സെയിം ടെയിൽ ലാമ്പ്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽസിൽ അല്ലെങ്കിൽ അകത്ത് കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ബാക്കി ഒരു 95% സിറ്റിയുടെ സെയിം ടെയിൽ ലാമ്പ്സ് തന്നെയാണ് അവർ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല നീളമുള്ള ടെയിൽ ലാമ്പ്സ് ആണ്. ഞാൻ ഡിസൈർ ഇറങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഈ സെഡാൻ വാഹനങ്ങളിൽ നമുക്ക് ബാക്കിൽ ഇങ്ങനെ ചെറിയ ടെയിൽ ലൈറ്റ്സ് ഉണ്ട പോലത്തെ ടെയിൽ ലൈറ്റ്സ് അല്ലാതെ ഇത്തിരി ഹൊറിസോണ്ടലായിട്ട് നിൽക്കുന്ന പോലെ നീളമുള്ള ടെയിൽ ലാമ്പ്സ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവർ സിറ്റിയിലുള്ള സെയിം ടെയിൽ ലാമ്പ്സ് എടുത്ത് വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് അവർ വെച്ചു എന്നല്ലേ പറഞ്ഞു. ഓക്കെ, ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ആ സമയത്ത് അവിടെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോഴേക്കും കുറച്ച് നീളം കൂടിപ്പോയി. ഇത് സിറ്റിയിൽ കാണുന്ന വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും മൊത്തത്തിൽ അവർക്ക് വേണ്ടി സബ്ഫോമീറ്റർ ആക്കണം. അതിൻ്റെ അകത്ത് ഈ ടെയിൽ ലാമ്പ്സ് എന്തോ അഡീഷണൽ ആയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. ബാക്കി റിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്കോ കംപ്ലീറ്റ് സിറ്റി പോലെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഷാർക്കിൻ ആൻറ്റിനെയും സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബ്ലൂ ഷെയ്ഡിലാണ് നമ്മളിപ്പോൾ വണ്ടി കാണുന്നത്. ബാക്കിൽ പാർക്കിംഗ് സെൻസർ, ക്യാമറ തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പുതിയൊരു ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ അവർ സിറ്റി വിചാരിച്ചത്രയും വിറ്റ് പോകാണ്ടിരുന്നിട്ട് സിറ്റിക്ക് വേണ്ടി അഡീഷണൽ ഉണ്ടാക്കിയ ടെയിൽ ലാമ്പ്സ് എന്നാൽ പിന്നെ ബാക്കി വരണ്ടാന്ന് വിചാരിച്ചതിൽ കൊടുത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും പ്ലാറ്റ്ഫോമൊക്കെ പണ്ടത്തെ അമേസിൽ നിന്ന് മാറി ഇപ്പോൾ സിറ്റിയുടെ ഇതിലേക്ക് മാറിയതുകൊണ്ട് അവർ മിനി സിറ്റി തന്നെ ഉണ്ടാക്കിയേക്കാം. ബോഡി പാനൽസ് വരെ നമുക്ക് സെയിം ആയിട്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും കുഴപ്പമില്ല. പിന്നെ സ്പോയിലറൊക്കെ വെക്കാൻ പറ്റുന്ന ആ ഒരു ചെറിയ ഏരിയ നമുക്ക് ഉണ്ട് സെഡാൻസിലുള്ളത് പോലെ തന്നെ. അവിടെ ഒരു ഇത്തിരി ബൾജിങ് ഉണ്ട്. സ്പോയിലർ വെച്ച് നല്ല രസമായിരിക്കും കാണാൻ. ഇനി സൈഡ് പ്രൊഫൈലിൻ്റെ ഒരു എക്സാക്ട് ഇമേജ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു ബ്ലറി ആയിട്ടുള്ള ഫോട്ടോസ് നോക്കുകയാണെങ്കിൽ പുതിയ അലോയ് വീൽസ് കാണാം. എന്തായാലും 15 ഇഞ്ച് ആയിരിക്കും. ഹോണ്ട പിന്നെ ഒരുപാട് സൈസ് കൂടിയ ടയേഴ്സൊന്നും കൊടുക്കുന്ന സ്വഭാവം അവർക്ക് പണ്ടേ ഇല്ല. അപ്പോൾ പിന്നെ അമേസിൽ ഉറപ്പായിട്ടും 16 ഇഞ്ച് വീൽസ് അവർ കൊടുക്കാൻ പോകുന്നില്ല. ഈവൻ നമ്മുടെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സുമായിട്ട് വന്ന ഡിസൈറിൽ പോലും 15 ഇഞ്ച് വീൽസ് ടോപ്പ് എൻഡിൽ പോലും വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും വീൽസ് 15 ഇഞ്ച് തന്നെ ആയിരിക്കും. ക്രോസ് സെക്ഷൻ എങ്കിലും ഒരു 175 മുകളിൽ കൊടുത്താൽ മതി. പക്ഷേ അതും എനിക്ക് തോന്നുന്നില്ല. അവർ സിറ്റിയിൽ വരെ 185 ആണ് ക്രോസ് സെക്ഷൻ കൊടുക്കുന്നത്, അതും 16 ഇഞ്ച് വീൽസിൽ. അപ്പോൾ പിന്നെ ഇതിൽ 15 175 മുകളിൽ കൊടുക്കാൻ ഒരു സാധ്യതയില്ല. ഇനി അടുത്തതായി ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഇത് വലിയ കുഴപ്പമില്ല. എന്താണ് ഒരു ഡിസൈൻ സ്കെച്ചിൽ പുറത്തുവിട്ടത് ഏകദേശം അതുപോലെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡ്യുവൽ ടോൺ ക്യാബിനാണ് ഇതിനകത്ത് കിട്ടുന്നത്. ബ്ലാക്ക് ആൻഡ് ബേജ് ആണ്, അല്ലാതെ ഫാൻസി ആയിട്ടുള്ള വൈറ്റോ സാധനങ്ങളൊന്നും അല്ല. ബേജ് എന്ന് പറയുന്ന ടിപ്പിക്കൽ ബേജ് എന്താണ് അതാണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ ടോൺ ഫിനിഷ്, അത് ടോപ്പ് പോർഷനിലാണ് ബ്ലാക്ക് വരുന്നത്. AC വെൻസ് കണക്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ പാറ്റേൺ പോലെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് എലവേറ്റിൻ്റെ അത് ഇൻറ്റീരിയറിനെ തന്നെ ഇവരുടെ അമേസിൽ കൊടുത്തിരിക്കുകയാണ്. എലവേറ്റും സിറ്റിയുടെ സെയിം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പാർട്ട് ഷെയറിംഗ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആ ഒരു ഡാഷ്ബോർഡൊക്കെ നമുക്ക് വളരെ സിമിലർ ആയിട്ട് തന്നെ തോന്നും. എലവേറ്റിൽ വരുന്ന പുതിയ 10.1 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും വലിയ ഇൻഫോടൈമിൻ്റെ തന്നെയായിരിക്കും. കാരണം ഡിസൈറിൽ 9 ഇഞ്ചാണ് വരുന്നത് ആൻഡ് ഓറയിൽ 8 ഇഞ്ചാണ്. സോ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതും എലവേറ്റ് പോലെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് ഒക്കെയുള്ള ആ ഒരു കൺട്രോൾ പാനലാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. അതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് താഴത്തെ 2 കപ്പ് ഹോൾഡേഴ്സും സ്റ്റോറേജ് ഏരിയയും അതുപോലെ ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്തായാലും കിട്ടുന്നതായിരിക്കും. ഫീച്ചേഴ്സ് വൈസ് അങ്ങനെ നമുക്ക് ഡിസൈറിൽ കിട്ടുന്ന പോലെ ഒരു എന്താ പറയുന്നത് ഓൾറൗണ്ടർ സെഗ്മെൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കുറച്ച് കുറവാണ് ഫീച്ചേഴ്സ്. പിന്നെ ഇതിൻ്റെ നേരത്തെയുള്ള എക്സ്റ്റീരിയറിൻ്റെ ഫ്രണ്ട് ഷോട്ട് നോക്കിയ സമയത്ത് എനിക്ക് ലെഫ്റ്റ് സൈഡിലത്തെ മിററിൻ്റെ താഴെ ചെറിയൊരു ബൾജിങ് പോലെ കാണാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് ലെയിൻ വാച്ച് ക്യാമറ ഉണ്ടാവും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ സ്റ്റിൽ ലെയിൻ വാച്ച് ക്യാമറ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമുള്ള ക്യാമറയാണ്. റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോ ഒന്നും ക്യാമറാസ് ഇല്ല. അതായത് 360 ഡിഗ്രി ക്യാമറ ഈ വാഹനത്തിൽ ഹോണ്ട കൊടുക്കാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. അത് ഈവൻ എലവേറ്റിലോ സിറ്റിയിലൊന്നും ഇല്ല. എല്ലാത്തിനും ലെയിൻ വാച്ച് ക്യാമറ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തായാലും വെന്റിലേറ്റഡ് സീറ്റ്സ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലെ വയർലെസ് ചാർജറിൻ്റെ ഒരു ഫോൺ വെക്കാനുള്ള പൊസിഷൻ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഒരു വണ്ടി ഇറക്കുന്ന സമയത്ത് അത്
കൊടുക്കുകയെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് സ്റ്റിൽ ഈ ഒരു ഫോട്ടോസിലൊന്നും കാണാനില്ല. ഇനി ഡോർ പാഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും അതും സിറ്റിയുടെ പോലത്തെ സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ഡോർ പാഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതുപോലല്ല, അതിൻ്റെ കുറച്ചും കൂടെ പ്രീമിയമാണ്. നമുക്ക് ഡോർ പാഡ്സിൽ ഒരുപാട് ലെതർ ഫിനിഷൊക്കെ വരുന്നുണ്ട്. അത് ഈ ഡോർ പാഡ്സ്, അതായത് നമ്മൾ കൈ വയ്ക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, അതിൻ്റെ കുറച്ച് മുകളിലത്തെ സ്ഥലത്തും ലെതർ ഫിനിഷ് അവൈലബിൾ ആണ്. ഇവിടെ അവർ അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് ആക്കിയിട്ടുണ്ട്, കോസ്റ്റ് കട്ടിംഗ് ആയിട്ട്. പിന്നെ നമ്മൾ കൈ വയ്ക്കുന്ന സ്ഥലം ഒരു ബ്ലാക്ക് പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് വ്യത്യാസം വരുന്നത്. കാരണം സിറ്റിയിൽ അതൊക്കെ ഒരു ബേസ് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്കിലത്തെ സീറ്റിലേക്ക് അവർ റിയർ AC വെൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം സിറ്റിയിൽ കാണുന്ന അതേ ഡിസൈനുള്ള റിയർ AC വെൻസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും കൊടുത്തിരിക്കുന്നത്. ഇനി ഡിസൈൻ സ്കെച്ച് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഹോണ്ട 2 ആഴ്ച മുന്നേ പുറത്തുവിട്ട അവരുടെ ഫ്രണ്ടിലത്തെ ഡിസൈൻ സ്കെച്ച്. അലോയ് വീൽസിൻ്റെ ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ട ഏകദേശം സിമിലർ ആയിരുന്നു. 15 ഇഞ്ച് ആയിരിക്കുന്നുള്ളൂ. ഇതിപ്പം കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ വീൽസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടെയിൽ ലാംപ്സ്, ഹെഡ് ലാംപ്സ് ഒക്കെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ സംഭവം ഏകദേശം സിമിലർ ആയിട്ട് തന്നെയാണ് വണ്ടിയിൽ അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ സപ്പോമീറ്റർ ആയതുകൊണ്ടും ഇവർ ഈ ഡിസൈൻ സ്കെച്ച് വരച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അബോഫോമീറ്റർ അല്ലെങ്കിൽ ശരിക്കും ഒരു സിറ്റി പോലെ തന്നെ തോന്നുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. പ്രത്യേകിച്ച് ബാക്കൊക്കെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വരുമ്പോൾ നല്ല ഒഴുകി രസമായിട്ടൊക്കെ ബാക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതവർ കട്ട് ചെയ്ത് സപ്പോമീറ്റർ ആക്കിയപ്പോഴേക്കും ഉള്ള ഒരു ഡിസൈൻ പ്രശ്നമാണ് നമ്മൾ കണ്ടത്. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത പോലത്തെ ഒരു ലുക്ക് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ അത്രയും വലിയ ടെയിൽ ലാംപ്സ് ഒക്കെ വെച്ചപ്പോഴേക്കും ചെറുതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ ഈ ടെയിൽ ലാംപ്സ് ഒക്കെ ഒന്ന് റീഡിസൈൻ ചെയ്താൽ മതിയായിരുന്നു അമേസിന് ഒതുങ്ങുന്ന പോലെ. പക്ഷെ എന്തായാലും അതിലേക്കൊന്നും ഒരു ബുദ്ധിമുട്ടാൻ പോയില്ല. ഇതിപ്പോൾ ശരിക്കും ഞാൻ പറയാം എന്താ ചെയ്തിരിക്കുന്നതെന്ന്. എലവേറ്റും അതുപോലെ തന്നെ സിറ്റിയും ഇവരെടുത്തു. എന്നിട്ട് അതിങ്ങനെ കൂട്ടിക്കുഴച്ച് ഒരു വണ്ടിയും ഉണ്ടാക്കി. അതാണ് ചെയ്തിരിക്കുന്നത്. അത് മോശമാണെന്നല്ല, പക്ഷേ അതൊരു നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു, പ്രത്യേകിച്ച് ഡിസൈൻ ആസ്പെക്ട്സിൽ. കാരണം ആൾക്കാർ പെട്ടെന്ന് നോക്കുമ്പോൾ വണ്ടിയുടെ ഡിസൈനിലാണ് വീഴേണ്ടത്. അതാണ് ആദ്യത്തെ ഏറ്റവും അട്രാക്ഷൻ. പിന്നെ വരുന്നതാണ് പ്രൈസ് എന്തായാലും ഹോണ്ട ആയതുകൊണ്ട് ഇതിനെ അവർ ഒരുപാട് കുറച്ച് വയ്ക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആ ഒരു ആസ്പെക്റ്റിൽ ഉറപ്പായിട്ടും അവർക്ക് ആൾക്കാരെ വീഴ്ത്താൻ പറ്റില്ല. ഇനി സേഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഹോണ്ട ആയതുകൊണ്ട് തന്നെ അവരെന്തായാലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇനി 6 എയർ ബാഗ്സ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് എയർ അസിസ്റ്റൻസ് സിസ്റ്റം, അതായത് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും അവൈലബിൾ ആയിരിക്കും. ഇത് കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ്, എനിക്കൊരു ഇൻറ്റേർണൽ ഇൻഫർമേഷൻ കിട്ടിയതാണ്. എന്തായാലും അത് ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വേറെ വണ്ടികളിലൊന്നും വരുന്നില്ല. 6 എയർ ബാഗ്സ് ഉണ്ടെങ്കിലും ലെവൽ 2 അഡാസ് ഒന്നും ഇല്ല. സോ അത് ഹോണ്ടയുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് പോകും. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ ഇൻറ്റീരിയറിൻ്റെ ഡിസൈൻ സ്കെച്ച്. അതുകൊണ്ട് ഇത് നമ്മൾ പ്രൊഡക്ഷൻ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമില്ല. കുറച്ച് വീതി കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് ഈ സ്കെച്ചസിൻ്റെ എല്ലാം അങ്ങനെ തന്നെയാണ് അവസ്ഥ. പക്ഷേ ശരിക്കുള്ള വണ്ടിയിൽ നോക്കുമ്പോൾ ഇൻറ്റീരിയർ വലിയ കുഴപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് വരികയാണെങ്കിൽ പ്ലാറ്റ്ഫോം മാറി എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. പക്ഷേ അതല്ലാതെ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ട് വേറെ മാറ്റങ്ങളൊന്നും ഇതുവരെ നമ്മളാരും പറഞ്ഞു കേട്ടിട്ടില്ല. എന്തായാലും സെയിം 1.2 ലിറ്റർ എഞ്ചിൻ അവൈലബിൾ ആയിരിക്കും ബേസ് എഞ്ചിനായിട്ട്. സിറ്റിയുടെ 1.5 ലിറ്റർ എഞ്ചിൻ ഇത്രയൊക്കെ അവർ വ്യത്യാസം വരുത്തി സിറ്റി പോലെ ഡിസൈനും ആക്കിയ സ്ഥിതിക്ക് കൊടുക്കായിരുന്നു. പക്ഷേ സപ്പോമീറ്ററോടുകൂടെ ഉള്ളതുകൊണ്ടും അതിൻ്റെ അകത്ത് 1.2 ലിറ്ററിന് താഴെ, അതായത് 1200 cc താഴെ ആയിരിക്കണം വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരേണ്ടത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ സിറ്റിയുടെ എഞ്ചിൻ ഇതിൻ്റെ അകത്ത്, അതായത് ഇവരെന്നല്ല ഒരു കമ്പനിയും സപ്പോമീറ്റർ വണ്ടികൾ കൊടുക്കാത്തത്. ആകപ്പാട് ബ്രസീൽ മാത്രമേ ആ ഒരു സപ്പോമീറ്റർ റൂൾ വയലേറ്റ് ചെയ്യുന്ന പോലെ 1.5 ലിറ്റർ എഞ്ചിൻ വരുന്നുള്ളൂ. അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ വ്യത്യാസവും ടാക്സിൻ്റെ വ്യത്യാസമൊക്കെ ഓൾറെഡി അവർ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഇതിപ്പം 1.2 എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഹോണ്ടയുടെ പറഞ്ഞു വരുമ്പോൾ ഐവിടെക് എഞ്ചിനൊക്കെയാണ്. പക്ഷേ 90 PS 110 Nm ടോർക്കുമായിട്ട് വളരെ ആവറേജ് എഞ്ചിനാണത്. നമ്മൾ ഒരുപാട് റെവ് ചെയ്താലേ ഇതിന് പവർ കിട്ടുള്ളൂ. അങ്ങനെ റെവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനധികം മൈലേജും ആൾക്കാർ പറയാറില്ല. ആക്ച്വലി ഹോണ്ടയുടെ 1.5 ലിറ്റർ ഐവിടെക് 1.2 കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആണ്. ഏതായാലും ഗൈസ്, ഡിസംബർ 4 ഈ വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അപ്പം നോക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.